കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കൃഷി അറിവുകൾ കിരീടം. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം फर्टिलाइजर्स एंड केमिकल्स ट्रावनकोर लिमिटेड, उद्योगमंडल एर्नाकुलम। लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना। हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी। और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है। 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं नुकसान हो जाता है। वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी। यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है। ये हमारी मां है, हमें उस मां को भी बचाना है। ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും.
ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ: നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് ഒരു ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ജൂൺ മാസം ഇങ്ങെത്തി. ജൂൺ മാസമായാൽ പിന്നെ എന്താ അവസ്ഥ നമുക്കറിയാലോ. തോരാതെ പെയ്യുന്ന കനത്ത മഴ. പ്രകൃതിയൊക്കെ പച്ച പിടിച്ച് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നമ്മൾ കർഷകരുടെ നെഞ്ചുമിടിക്കുന്ന സമയമാണിത്. കഷ്ടപ്പെട്ട് നനച്ചുണ്ടാക്കിയ തക്കാളിയും മുളകും ഒക്കെ ചീഞ്ഞു പോവുക, ഇലകൾ കൊഴിഞ്ഞു പോവുക, വേരു ചീയൽ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ്. മഴക്കാലത്ത് പച്ചക്കറി കൃഷി ചെയ്യുക എന്നത് പലർക്കും വലിയൊരു തലവേദനയാണ്. എന്നാൽ കനത്ത കർക്കടക മഴയത്തും നിങ്ങളുടെ തക്കാളി തൈകളിൽ തക്കാളി നിറഞ്ഞു നിൽക്കുന്നതൊന്ന് ആലോചിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. എന്നാൽ നമ്മൾ മലയാളികൾ ഇന്ന് വലിയ രീതിയിൽ വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൃഷിരീതിയുണ്ട്, മഴമറ കൃഷി അഥവാ റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു മഴമറ നിർമ്മിച്ച് മഴക്കാലത്തും മികച്ച വരുമാനം നേടാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ പലരുടെയും മനസ്സിലുള്ള ഒരു സംശയം തീർക്കാം. എന്താണ് ഈ മഴമറ കൃഷി? ഇത് വലിയ പോളി ഹൗസ് കൃഷി പോലെ ലക്ഷങ്ങൾ ചിലവുള്ള ഒന്നാണോ? ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ. പോളി ഹൗസ് എന്ന് പറയുമ്പോൾ അത് 4 പാടും പൂർണ്ണമായി മറച്ച് ഉള്ളിലെ താപനിലയും ഈർപ്പവും ഒക്കെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. അതിന് വലിയ ചിലവാണ്. എന്നാൽ മഴമറ കൃഷി അല്ലെങ്കിൽ റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒന്നാണ്. ഇതിന്റെ മുകൾ ഭാഗം മാത്രം സുതാര്യമായ UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കും. വശങ്ങൾ സാധാരണയായി പൂർണ്ണമായും തുറന്നിട്ട നിലയിലായിരിക്കും ഉണ്ടാവുക. വേണമെങ്കിൽ കീടങ്ങളെ തടയാൻ വശങ്ങളിൽ നെറ്റുകൾ അടിക്കാം. അതായത് ചെടികൾക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശം മുകളിൽ നിന്ന് കൃത്യമായി കിട്ടും. പക്ഷേ കനത്ത മഴവെള്ളം നേരിട്ട് വന്ന് ചെടികളിൽ പതിക്കില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. നമ്മുടെ നാട്ടിലെ മഴക്കാലത്ത് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴവെള്ളം മണ്ണിൽ അമിതമായി കെട്ടിക്കിടക്കുമ്പോൾ മണ്ണിലെ ഓക്സിജന്റെ അളവ് കുറയും. ഇത് വേരുചീയലിന് കാരണമാകും. കൂടാതെ ഇലകളിൽ എപ്പോഴും വെള്ളം തങ്ങി നിൽക്കുന്നത് ഫംഗസ് രോഗങ്ങളും ബാക്ടീരിയൽ വാട്ടവും വളരെ പെട്ടെന്ന് പടരും. മഴമറയിലൂടെ നമ്മൾ 2 പ്രശ്നങ്ങളെയും പൂർണ്ണമായി പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, നമുക്കിത് എങ്ങനെ നമ്മുടെ പറമ്പിലോ ടെറസിലോ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിന്റെ നിർമ്മാണം വളരെ ലളിതമാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: വലിപ്പം, ഉപയോഗിക്കുന്ന സാമഗ്രികൾ, പിന്നെ അതിന്റെ ദിശ. ഏറ്റവും ദീർഘകാലം നിലനിൽക്കാൻ GI പൈപ്പുകൾ ഉപയോഗിച്ച് ഫ്രെയിം ഉണ്ടാക്കുന്നതാണ് നല്ലത്.
എന്നാൽ തുടക്കത്തിൽ ചിലവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കട്ടിയുള്ള മുളയോ കാറ്റാടി മരങ്ങളോ ഉപയോഗിക്കാം. മുകളിൽ മേയാൻ ഉപയോഗിക്കുന്നത് 200 മൈക്രോൺ കട്ടിയുള്ള UV ഷീറ്റുകളാണ്. സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാൽ വെയിൽ തട്ടി അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. എന്നാൽ UV ഷീറ്റുകൾ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കും. മഴമറ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതിന്റെ ദിശ എന്നുള്ളത്. മഴമറ എപ്പോഴും കിഴക്ക് പടിഞ്ഞാറ് ഈസ്റ്റ് വെസ്റ്റ് ദിശയിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ രാവിലെയും വൈകുന്നേരവും ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ. വടക്ക് തെക്ക് ദിശയിലായാൽ ചെടികൾക്ക് വെളിച്ചം കുറയാൻ സാധ്യതയുണ്ട്. ഇനി മഴമറയുടെ വലിപ്പം നിങ്ങളുടെ സ്ഥല സൗകര്യം പോലെ ഇത് ചെയ്യാം. വീട്ടാവശ്യത്തിനാണെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 50 സ്ക്വയർ മീറ്റർ മതിയാവും. വാണിജ്യപരമായി ചെയ്യുകയാണെങ്കിൽ 100 സ്ക്വയർ മീറ്ററോ അതിൽ കൂടുതലോ ആകാം. ഇതിന്റെ മധ്യഭാഗത്ത് ഏകദേശം 2.5 മുതൽ 3 മീറ്റർ വരെ ഉയരം ആയിരിക്കണം. വശങ്ങൾക്ക് 2 മീറ്ററോളം ഉയരവും നൽകാം. ഈ ഒരു ആർച്ച് ആകൃതിയിൽ നൽകിയാൽ മഴവെള്ളം മുകളിൽ കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് ഒലിച്ചു പൊക്കോളും. എന്തെല്ലാം വിളകൾ മഴമറക്കകത്ത് കൃഷി ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു സംശയം. എല്ലാ വിളകളും മഴമറക്കകത്ത് നടേണ്ട കാര്യമില്ല. മഴക്കാലത്ത് പുറത്ത് കൃഷി ചെയ്താൽ നശിച്ചു പോകാൻ സാധ്യതയുള്ള എന്നാൽ വിപണിയിൽ നല്ല വില കിട്ടുന്ന വിളകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. തക്കാളി മഴക്കാലത്ത് പുറത്ത് തക്കാളി കൃഷി ചെയ്താൽ ബാക്ടീരിയൽ വാട്ടം വന്ന് ചെടികൾ മുഴുവൻ നശിച്ചു പോകും. എന്നാൽ മഴമറക്കുള്ളിൽ തക്കാളി നട്ടാൽ വലിയ വിജയമായിരിക്കും. അതുപോലെ തന്നെ പച്ചമുളക്, മുളകിന്റെ ഇല ചുരുളൽ രോഗവും പൂക്കൊഴിച്ചിലും തടയാൻ മഴമറ മികച്ചതാണ്. മറ്റൊരു വിളയാണ് ക്യാപ്സിക്കം. കേരളത്തിലെ മഴക്കാലത്ത് പുറത്ത് വളർത്താൻ പാടുള്ള വിളയാണിത്. എന്നാൽ റെയിൻ ഷെൽട്ടറിൽ ഇത് നല്ല വിളവ് തരും. ചീരയും മറ്റ് ഇലക്കറികളും കനത്ത മഴ പെയ്യുമ്പോൾ ചീരയുടെ ഇലകൾ ചീഞ്ഞു പോകാറുണ്ട്. മഴമറക്കുള്ളിൽ ചീര നല്ല ഭംഗിയോടെ കീടബാധ ഇല്ലാതെ വളരും. ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നനയെക്കുറിച്ചാണ്. മഴമറക്കുള്ളിൽ നേരിട്ട് മഴ പെയ്യില്ലല്ലോ. അതുകൊണ്ട് പുറത്ത് നല്ല പേമാരിയാണെങ്കിലും നമ്മൾ ഉള്ളിൽ കൃത്യമായി നനച്ചു കൊടുക്കണം. ഇതിനായി തുള്ളിനന ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ഏറ്റവും അനുയോജ്യം. ഇതുവഴി ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളവും വളവും നൽകാൻ സാധിക്കും. മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തണം. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യരുത്. വാണിജ്യപരമായി നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് പൊതുവെ കേരളത്തിൽ പച്ചക്കറികൾക്ക് വളരെ വില കൂടുതലായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന പച്ചക്കറികളെയാണ് നമ്മൾ ആശ്രയിക്കാറ്. ആ സമയത്ത് നമ്മുടെ മഴമറയിൽ നല്ല ഫ്രഷ് പച്ചക്കറികൾ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഇരട്ടി ലാഭമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഇതൊരു മികച്ച വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, മഴമറ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെ ലാഭകരമായി ചെയ്യാം എന്നതിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ചെറിയ വ്യക്തത കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ രീതിയിൽ ഒരു പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വരാൻ പോകുന്ന മഴക്കാലത്ത് സ്വന്തം ടെറസിലോ മുറ്റത്തോ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ് ഒരു മിനി മഴമറ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. മണ്ണറിഞ്ഞു ജീവിക്കുന്ന കർഷകന് തോറ്റുകൊടുക്കാൻ മനസ്സില്ലെങ്കിൽ പ്രകൃതി പോലും അവനൊപ്പം നിൽക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ആധുനിക കൃഷിരീതികൾ. ഒരു സാധാരണ മഴമറയിൽ നീളം 6 മുതൽ 8 മീറ്ററും വീതി 5 മുതൽ 6 മീറ്ററും ആയിരിക്കും. മഴമറയുടെ നടുവിൽ കുറച്ചു കൂടുതലായി ഉയരം നൽകി നിർമ്മിച്ചാൽ അകത്ത് ചൂട് കുടുങ്ങാതെ പുറത്തേക്ക് പോകാനും വായു നന്നായി സഞ്ചരിക്കാനും സഹായിക്കും. നിർമ്മാണത്തിന് GI പൈപ്പുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് ശക്തവും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. മുകളിൽ UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റ് വിരിക്കുന്നു. ഇത് മഴ തടയുന്നതിനൊപ്പം സൂര്യപ്രകാശം ശരിയായ രീതിയിൽ അകത്തേക്ക് കടക്കാൻ സഹായിക്കും. വശങ്ങളിൽ നെറ്റ് നൽകുന്നത് വായു കടക്കാനും കീടാക്രമണം നിയന്ത്രിക്കാനും സഹായിക്കും. ഒരു സെന്റ് മഴമറ നിർമ്മിക്കാൻ സാധാരണയായി 35,000 രൂപ മുതൽ 60,000 രൂപ വരെ ചെലവ് വരാം. ആദ്യം കേൾക്കുമ്പോൾ ഇത് വലിയ തുകയായി തോന്നാം. പക്ഷെ ഇത് ആവർത്തിച്ചു വരുന്ന ചെലവല്ല, ഒരു തവണ ചെയ്യുന്ന നിക്ഷേപമാണ്. ശരിയായ രീതിയിൽ നിർമ്മിച്ചാൽ ഈ സംവിധാനം വർഷങ്ങളോളം നന്നായി ഉപയോഗിക്കാനാവും. ഇതോടൊപ്പം തന്നെ മഴമറയ്ക്ക് ചില വെല്ലുവിളികളുമുണ്ട്. ആദ്യം തന്നെ നിർമ്മാണ ചെലവ് ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നാം. ഇതിനാൽ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് വികസിപ്പിക്കുന്നത് നല്ലതാണ്. വേനൽക്കാലത്ത് ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ വായുസഞ്ചാരം ഉറപ്പാക്കണം. വശങ്ങൾ തുറന്നു വെക്കുന്നത് ഇതിന് സഹായിക്കും. കീടരോഗങ്ങൾ വന്നാൽ അത് പെട്ടെന്ന് പടരാം. അതിനാൽ തുടക്കത്തിൽ തന്നെ ശുചിത്വം പാലിക്കണം. നല്ല തൈകൾ തിരഞ്ഞെടുക്കുകയും വേണം. മഴമറയിൽ വിജയിക്കണമെങ്കിൽ അതിന്റെ പരിപാലനം വളരെ പ്രധാനമാണ്. പലപ്പോഴും കർഷകർ നിർമ്മാണത്തിന് ശേഷം അതിനെ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ വലിയ മാറ്റം കാണാം. ഉദാഹരണത്തിന്, ഷീറ്റിൽ ചെറിയ പൊട്ടൽ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ വലുതാകാം. അതിനാൽ കണ്ട ഉടനെ പരിഹരിക്കണം. മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഘടനയ്ക്കും ചെടികൾക്കും ദോഷം ചെയ്യും. ചൂട് കൂടുമ്പോൾ വായുസഞ്ചാരം ഉറപ്പാക്കണം. മണ്ണിന്റെ ആരോഗ്യവും ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ ജൈവവളങ്ങൾ ചേർക്കുന്നത് നല്ലതാണ്. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിളവ് ഗണ്യമായി വർദ്ധിക്കും. മഴമറ നിർമ്മിക്കാൻ സർക്കാരിന്റെ സഹായവും ലഭ്യമാണ്. ഇത് പ്രധാനമായും SHM പദ്ധതികളിലൂടെയും കൃഷിഭവനുകളിലൂടെയും നൽകുന്നു. എത്ര സഹായം ലഭിക്കും, എങ്ങനെ അപേക്ഷിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ അറിയാൻ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്. മഴമറയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയുടെ കീഴിൽ 45 മുതൽ 55% വരെ സഹായം
ലഭിക്കുന്നതാണ്. ഇതിനായി അടുത്തുള്ള കൃഷിഭവനുകളെയോ മറ്റോ സമീപിക്കാം. കൂടാതെ കേരള കാർഷിക സർവകലാശാലയും കർഷകർക്ക് പരിശീലനവും ഉപദേശങ്ങളും നൽകുന്നുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. സുഹൃത്തുക്കളെ, മുന്നേ പറഞ്ഞ നാഷണൽ ഫെർട്ടിലൈസർ ഫ്രെയിംവർക്കിന്റെ ഒരു പ്രധാന സ്റ്റെപ്പാണ് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ. അഗ്രിസ്റ്റാക്ക് എന്നത് രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ്. ഓരോ കർഷകനും ഒരു പ്രത്യേക ഫാർമർ ID ലഭിക്കും. ഈ ID ആധാർ, ഭൂവിവരങ്ങൾ, കൃഷി വിവരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഇതിലൂടെ സർക്കാർ പദ്ധതികളും ആനുകൂല്യങ്ങളും കൂടുതൽ കൃത്യമായി യഥാർത്ഥ കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. കേരളത്തിലെ കർഷക രജിസ്ട്രി അഥവാ കേരള ഫാർമർ രജിസ്ട്രി അഗ്രിസ്റ്റാക്കിന്റെ സംസ്ഥാനതല നടപ്പാക്കലാണ്. രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ സബ്സിഡികളും ധനസഹായങ്ങളും എളുപ്പത്തിൽ ലഭിക്കുന്നു. വിള ഇൻഷുറൻസ് പദ്ധതികളിലേക്കുള്ള പ്രവേശനം ലളിതമാക്കുന്നു. കാർഷിക വായ്പകൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിനും സഹായകരമാക്കുന്നു. ഭാവിയിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ കർഷക സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. കാലാവസ്ഥ, വിപണി വില, കൃഷി ഉപദേശങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരുന്നു. ഇതിൽ ആർക്കെല്ലാം രജിസ്റ്റർ ചെയ്യാം? കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏതൊരു കർഷകനും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അഗ്രിസ്റ്റാക്കിൽ. നെൽ കർഷകർ, തെങ്ങ് കർഷകർ, റബ്ബർ കർഷകർ, വാഴ, പച്ചക്കറി, പഴവർഗ്ഗം, സുഗന്ധവ്യഞ്ജന കൃഷി ചെയ്യുന്നവർ, കൂടാതെ ഭൂമി ഉടമകൾ മാത്രമല്ല നിയമാനുസൃതമായി കൃഷി ചെയ്യുന്ന പാട്ടക്കർഷകരും രജിസ്ട്രേഷന് അർഹരാണ്. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനായി ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണ്? ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാട്ട കർഷകരാണെങ്കിൽ അനുബന്ധ രേഖകൾ. ഇവ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്നത് രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും. പ്രധാനമായും 3 മാർഗങ്ങളിലൂടെയാണ് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമതായി കേരള ഫാർമർ രജിസ്ട്രി പോർട്ടലിലൂടെ ഓൺലൈനായി സ്വയം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി അടുത്തുള്ള കൃഷിഭവനിൽ നേരിട്ടെത്തി കൃഷിഭവന്റെ സഹായത്തോടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൂന്നാമതായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിവരങ്ങൾ പരിശോധിച്ച് ഫാർമർ ID അനുവദിക്കുന്നതാണ്. രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. പ്രത്യേകിച്ച് ഭൂമിയുടെ സർവേ നമ്പർ, ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് നമ്പർ വിവരങ്ങൾ എന്നിവയിൽ തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ലഭിക്കുന്ന എൻറോൾമെന്റ് നമ്പർ സൂക്ഷിച്ചു വെക്കുകയും അതുവഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും
രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15, FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വനിതകളിലൂടെ കാർഷിക മുന്നേറ്റവും കാർഷികോൽപാദന വർധനവും ലക്ഷ്യമിട്ട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ സുസ്ഥിര കാർഷിക വികസനം എന്നതാണ് ആത്യന്തികമായ ഉദ്ദേശ്യ ലക്ഷ്യം. ലോകത്തെവിടെയും കൃഷി പുരുഷ കേന്ദ്രീകൃതമാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിൽ പോലും ഈ വ്യത്യാസം പ്രകടമാണ്. കേരളത്തിലും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിലടക്കം പുരുഷന്മാരുടെ ജോലി സ്വസ്ഥം കൃഷി എന്നാണ് ചേർത്തിരുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്വസ്ഥം ഗൃഹഭരണം എന്നുമാണ് രേഖപ്പെടുത്തുക. എന്നാൽ കൃഷിയുടെ എല്ലാ തലങ്ങളിലും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെയും പങ്കും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെ താരതമ്യേന ചെറിയ സംസ്ഥാനമായ കേരളം കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കൃഷിവകുപ്പ് നടപ്പാക്കിയതും ഇപ്പോൾ നടപ്പാക്കുന്നതുമായ വനിതാ പങ്കാളിത്ത പദ്ധതികൾ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കാർഷികോത്പാദനത്തിൽ പ്രതീക്ഷാനുസൃതമായ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കാർഷികാധിഷ്ഠിത സംരംഭങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും മറ്റും ശ്രദ്ധേയമായ പുരോഗതി നേടാൻ കേരളത്തിനായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോകോത്തര മാതൃകയായ കുടുംബശ്രീ മിഷൻ കാർഷിക മേഖലയിലും വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. തരിശിട്ടിരിക്കുന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കുടുംബശ്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പുഷ്പകൃഷിയും വാഴകൃഷിയും മറ്റും വിപണനാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. കൃഷിയിലെ സ്ത്രീ പങ്കാളിത്തത്തിന്റെ അനുകരണീയമായ സാക്ഷ്യമാണിത്. വിമൺ ഇൻ അഗ്രികൾച്ചർ, ഞങ്ങളും കൃഷിയിലേക്ക്, കൃഷിക്കൂട്ടം, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയിട്ടുള്ള കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയേറെയാണ്. കൃഷി അനുവർത്തന മുറകളിൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തുന്നതിൽ പരിശീലനം നേടിയവർ, സ്വന്തം ഡ്രയറിൽ കൊപ്രയുണ്ടാക്കി സ്വന്തമായ ബ്രാൻഡിൽ വെളിച്ചെണ്ണയും ഉരുക്കു വെളിച്ചെണ്ണയും ഉത്പാദിച്ചു വിപണനം നടത്തുന്നവർ, കൂൺ കൃഷി നടത്തി കൂണിനും കൂൺ ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്തുന്നവർ, തേനീച്ച വളർത്തൽ ജീവനോപാധിയാക്കി തേനും മറ്റു ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നവർ തുടങ്ങിയ കേരളത്തിൽ കൃഷിയുടെ സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ കാർഷിക സംരംഭകത്വ വിജയഗാഥകൾ ഒട്ടനവധിയാണ്. മാത്രമല്ല ഇതിലൂടെ കർഷകോത്പാദനം സാധ്യമാക്കുന്നു എന്ന പ്രത്യക്ഷ നേട്ടത്തിലുപരി സാമൂഹ്യ പുരോഗതിക്കും കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരുമയുടെ സന്തോഷം സന്നിവേശിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ നേതൃത്വ പാടവശേഷി ഉയർത്തുന്നതിനുമെല്ലാം കേരളം കൈക്കൊണ്ട സ്ത്രീപക്ഷ സമീപനമാണ് ഇപ്പോൾ ഇത് ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിലൂടെ ലോകമാകെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കാർഷിക കേരളം ഈ UN പ്രഖ്യാപനത്തെ സകുടുംബ കൃഷിയുടെ പ്രോത്സാഹനത്തിനും വ്യാപനത്തിനുമായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയേക്കാൾ കേരളീയ സാഹചര്യത്തിൽ കുടുംബ കൃഷിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്.
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജലം നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാകുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90%-ൽ കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം.
ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം അടുത്തയാഴ്ച വീണ്ടും ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷിക